യെസ്, ആദ്യം ശ്രീ ശിവശങ്കർ, രാജ്യം ഒന്നാകെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. രാജ്യത്തിന്റെ ഐക്യം വെളിപ്പെടുന്ന സമയമാണ്. യഥാർത്ഥത്തിൽ താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ തീവ്രവാദ ആക്രമണത്തിലൂടെ തീവ്രവാദികൾ ലക്ഷ്യം വെച്ച ഒന്ന് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ വളരെ കൃത്യമായി ഒരു ജനതയെ കീറിമുറിക്കാം എന്ന ഒരു വിശ്വാസവും പ്രതീക്ഷയും കൂടി ഈ ആക്രമണത്തിനുണ്ടായിരുന്നു എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇതിനു മുമ്പ് പലപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ധീര സൈനികർ ഉൾപ്പെടെ മരണപ്പെട്ട സാഹചര്യമുണ്ട്. മുംബൈ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ട്. ആ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരിൽ ഒരാളായ തഹാവൂർ റാണയെ നയതന്ത്രത്തിലൂടെ ഇന്ത്യയിൽ എത്തിച്ച ഒരു സമയത്തുകൂടിയാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നത്. അതിന് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് താങ്കൾ അനുമാനിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ ആക്രമണത്തിന് പല രീതിയിലുള്ള മുനകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പൊതുവെ പൊതുജനങ്ങളും ഇത്തരത്തിൽ പ്രതിരോധ രംഗത്തെ പ്രമുഖരും പല ചർച്ചകളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലൊന്ന്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ മതപരമായി ഇന്ത്യയെ വിഘടിപ്പിക്കാം. മതം ചോദിച്ച് ചിലരെ കൊല്ലുമ്പോൾ ഈ കാശ്മീർ എന്നുള്ള ഒരു സംസ്ഥാനം അത് ചില മതങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റു മതങ്ങൾക്ക് ഇവിടെ, അല്ലെങ്കിൽ മതത്തിൽ ഉള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന ഒരു സന്ദേശം നൽകുവാൻ ഈ പാകിസ്ഥാൻ ടെററിസ്റ്റ് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. രണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കും ഇങ്ങോട്ട് വരണ്ട എന്നുള്ള ഒരു സ്ഥിരീകരണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്ദേശവുമുണ്ട്. മൂന്ന്, താങ്കൾ അവസാനം സൂചിപ്പിച്ചതുപോലെ ഇവിടെ എങ്ങനെയാണോ ഒരു US വൈസ് പ്രസിഡന്റ് വരുമ്പോൾ ഈ രാജ്യത്ത് അസ്ഥിരതയുണ്ട്, അല്ലെങ്കിൽ കാശ്മീർ ഇപ്പോഴും പ്രശ്ന സങ്കീർണമാണ് എന്ന് ജനങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തെ രാജ്യാന്തര വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ള സന്ദേശം, ഒരുപക്ഷെ അതിൽ കവിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗദിയിൽ സന്ദർശനം നടത്തുമ്പോൾ പാകിസ്ഥാന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ സൗദി അറേബ്യയോട് നൽകുന്ന സന്ദേശം, കാശ്മീർ ഞങ്ങൾ ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല, ഇന്ത്യയുമായി കൂടുതൽ അടുക്കണ്ട, ഞങ്ങൾ പ്രതികരിക്കും എന്ന സന്ദേശവും അടക്കം പല ഒരു മുഖമുള്ള ഒരു സന്ദേശമാണ്, തീവ്രവാദ ആക്രമണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിലുപരി ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു ചിന്ത കൂടി വന്നിട്ടുള്ളത്, കാശ്മീർ ജനത ആർട്ടിക്കിൾ 370 മാറിയതിന് ശേഷം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ ഇന്നത്തെ പ്രതികരണം, ഇന്ന് സമസ്ത മേഖലയിൽ നിന്നും ജനങ്ങൾ വന്നുകൊണ്ട് ഈ തീവ്രവാദ ആക്രമണത്തിനെതിരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പൊക്കെ എല്ലാം അവിടെ സൈന്യത്തിനെ വരെ കല്ലെറിഞ്ഞ് ഓടിച്ചിരുന്ന ഒരു ജനത ഇന്ന് ആർട്ടിക്കിൾ 370 മാറിയതിനു ശേഷം അവിടെ വികസനം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിൽ വലിയ രീതിയിൽ, കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2,35,00,000 ജനങ്ങൾ അവിടെ വിനോദസഞ്ചാരികളായി ദേശീയവും അന്തർദേശീയവുമായ വിനോദസഞ്ചാരികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ എത്രയേറെ വികസനത്തിൻ്റെ പാതയിലാണ്, അല്ലെങ്കിൽ ഒരു വളരെ ശാന്തമായ പാതയിലാണ് കാശ്മീരിൻ്റെ ഈ കഴിഞ്ഞ കുറച്ച് നാളത്തെ നേട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അത്തരത്തിലുള്ള വികസനത്തെ, അത്തരത്തിലുള്ള വിനോദസഞ്ചാര മേഖലയെ, അത്തരത്തിലുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ തിരിച്ചുവരവിനെ എല്ലാം തകർക്കുവാൻ വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു വിദേശ രാജ്യത്തിൻ്റെ ആക്രമണമായിട്ട് ഈ ഒരു തീവ്രവാദ കേന്ദ്രത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് സൗദി സന്ദർശനം തെരഞ്ഞെടുത്തു തീവ്രവാദികൾ എന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്.